വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. റോമ 8 അധ്യായം 6 ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. 9 ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഞാൻ വീണ്ടും വായിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. നമ്മൾ ഈ ലോകത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. ജഡിക മോഹങ്ങൾ തീർച്ചയായും നമ്മളെ പ്രലോഭിപ്പിക്കും, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ജഡിക മോഹങ്ങൾ നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നു. ജഡിക മോഹങ്ങൾ, ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും. ഇപ്പൊ ജഡിക അഭിലാഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനത്തിനോടുള്ള ആർത്തിയായിരിക്കാം, വ്യഭിചാരം, പരദൂഷണം, മറ്റുള്ളവരെ വിധിക്കൽ. ഇപ്രകാരം കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്കെതിരായി എന്ത് ചെയ്താലും അതെല്ലാം ജഡികമായ കാര്യങ്ങളായിരിക്കും. സമ്പത്തിനെ കുറിച്ചാകാം, ശരീരത്തിനെ കുറിച്ചാകാം, വസ്ത്രത്തിനെ കുറിച്ചാകാം, ആഡംബര ജീവിതത്തെ കുറിച്ചാകാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാകുന്നു. ഈ വക ജഡിക പ്രലോഭനങ്ങളുടെ ഇടയിൽ അവയ്ക്കൊന്നും വശംവദരാകാതെ ജീവിക്കണമെങ്കിൽ മാനുഷിക ശക്തിയിൽ മാത്രം ആശ്രയിച്ചാൽ കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പൊ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ഡിസിഷൻ. നമുക്ക് ആത്മീയ മനുഷ്യനാകണോ അതോ ജഡിക മനുഷ്യനാകണോ? അതാണ് ഒരു മേജർ ഡിസിഷൻ. ഈ രണ്ട് വഞ്ചിയിലും കാലുവിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് സാത്താനെ സേവിക്കാം, ദുഷ്ടാരൂപിയെ സേവിക്കാം, അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാരൂപിയെ സേവിക്കാം. ഇതൊരു ഡിസിഷനാണ്. ഈ ഡിസിഷൻ എടുക്കാതെ രണ്ട് വഞ്ചിയിലും എനിക്ക് ജഡിക മോഹങ്ങളുടെ പുറകെയും പോകണം, എനിക്ക് ആത്മീയ ദാനങ്ങളുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ പുറകെയും പോകണം എന്ന ഒരു സന്നിഗ്ധാവസ്ഥയിൽ നമുക്ക് വിശ്വാസത്തിൽ പുരോഗതി പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ കൃപ, കർത്താവിൻ്റെ കൃപ നമുക്ക് ആവശ്യമായി വരുന്നത്. നമ്മുടെ മാനുഷിക ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജഡികാസക്തികളുമായി പടവെട്ടി വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ നമുക്കൊരു കോൺഷ്യസ് ഡിസിഷനാണ്. നമുക്കതെല്ലാം വെറുത്തുപേക്ഷിക്കാനായിട്ട് സാധിക്കും. കാരണം അതിനേക്കാളുമൊക്കെ വിലപ്പെട്ട ഒരു നിധി നമ്മുടെ കൈവശമുണ്ട്. അത് നമുക്ക് എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം എന്ന ഒരു ബോധ്യം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഫെയർലി ഈസി. പ്രലോഭനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഒരു ഡിസിഷൻ നമുക്ക്
ക്ലിയർ ആണെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കുറച്ച് എളുപ്പം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഡിസിഷൻ, നമുക്ക് ജഡിക മനുഷ്യരായി ജീവിക്കണോ ആത്മീയ മനുഷ്യരായി ജീവിക്കണോ? ആത്മീയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ സുഖസൗകര്യങ്ങളൊന്നും അവൻ പ്രതീക്ഷിക്കുന്നില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവൻ മരണാനന്തര ജീവിതത്തിലാണ്. ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അവന് ദാനമായിട്ട് കർത്താവിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് അത് നന്ദി പറയും. പക്ഷേ അവൻ്റെ ശ്രദ്ധ മരണാനന്തര ജീവിതത്തിലാണ്. ഈ ലോകത്തിലുള്ള നശ്വരമായ എല്ലാത്തിനോടും അവന് ഒരുതരം ഡിറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിൽ ഒരു വിരക്തി അവനിൽ ഉണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം കർത്താവ് പറഞ്ഞിട്ടുള്ളത്, നിന്റെ ആത്മാവ് എവിടെയാണോ, നിന്റെ ചിന്തകൾ, നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ നിന്റെ ആത്മാവും. നമ്മുടെ നിക്ഷേപങ്ങൾ ഈ ലൗകിക ജീവിതത്തിലാണോ അതോ മരണാനന്തര ജീവിതത്തിലാണോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. അല്ലെങ്കിൽ ഈ കാട്ടിക്കൂട്ടുകലുകൾ ഇതെല്ലാം വെറുതെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദിവ്യബലിയും എല്ലാം ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമായി മാറും. അപ്പോൾ ഇതിന് ഒറ്റ പോംവഴി ക്രിസ്തുവുമായി സ്നേഹത്തിലാവുക, പ്രണയത്തിലാവുക, അവൻ്റെ വചനങ്ങൾക്കായി ദാഹിക്കുക, അവൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് ആസ്വദിക്കാൻ തുടങ്ങുക. മറ്റാരും പറഞ്ഞിട്ടാകരുത്, സ്വമേധയാ കൂട്ടത്തിൽ ആത്മാർത്ഥമായ ദിവ്യബലി അർപ്പിക്കലുകളും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യഥാർത്ഥ കുമ്പസാരങ്ങളും വചന ധ്യാനങ്ങളും വചനം മനനം ചെയ്യലും ധ്യാനവും സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആത്മശോധന ചെയ്യലും ഇതെല്ലാം ഒരു ജീവചര്യയുടെ ഭാഗമായി മാറുമ്പോൾ ക്രിസ്തുവിൻ്റെ ആനന്ദം നമ്മൾ അനുഭവിക്കുകയും അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നും ഇല്ലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ നമ്മൾ ക്രമേണ ആത്മീയ മനുഷ്യരായി മാറുകയും ചെയ്യും. ആത്മീയതയില്ലാത്ത ക്രിസ്ത്യാനി, ആത്മീയനല്ലാത്ത ക്രിസ്ത്യാനി വെറും കപട ക്രിസ്ത്യാനി ആണ്. അവൻ ഇവിടെയുമല്ല അവിടെയുമല്ല. കൂടുതൽ തീഷ്ണതയോടെ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ.